അക്ഷരാർത്ഥത്തിൽ കലൂർ രാജേന്ദ്ര സ്റ്റേഡിയം ഉത്സവാന്തരീക്ഷത്തിലാണ് ഇന്ത്യ പാലസ്തീൻ മത്സരത്തിന് വേദിയായത്. താളമേളങ്ങളുടെയും കൊടിതോരണങ്ങളുടെയും അകമ്പടിയോടെ ആയിരങ്ങളാണ് കൊച്ചിയിലേക്ക് ഒഴുകിയെത്തിയത്. വനിതകൾ ഉൾപ്പെടെയുള്ള സംഘങ്ങൾ മത്സരത്തിൽ തങ്ങളുടെ ടീമുകളെ പ്രോത്സാഹിപ്പിക്കുവാൻ സ്റ്റേഡിയത്തിലെത്തി. ചിലരാവട്ടെ ദേശീയ പതാകയുടെ മാതൃക വർണ്ണത്തിൽ ചാലിച്ച് മുഖത്തുപൂശിയാണ് മത്സരവേദിയിലെത്തിയത്. വർഷങ്ങൾക്ക് ശേഷം കേരളം ആതിഥേയത്വം വഹിക്കുന്ന ഒരു രാജ്യാന്തര ഫുട്ബോൾ മത്സരത്തെ കാൽപന്ത് കളിയുടെ മുഴുവൻ ആവേശത്തോടെയും ആരാധകർ നെഞ്ചേറ്റി. കാണികളുടെ ഈ ആവേശം അടുത്ത വാരം കൊച്ചി വേദിയാകുന്ന സന്തോഷ് ട്രോഫി ഫുട്ബോളിന് ശുഭസൂചനയാണ് നൽകുന്നത്. മത്സരാവേശത്തെ വരിച്ച് കാണികളെ നിയന്ത്രിക്കുവാൻ പോലീസ് നന്നേ പാടുപെട്ടു. കേരളത്തിന്റെ ഫുട്ബോൾ മക്ക മലബാറാണെന്ന് തെളിയിക്കുന്ന ചരിതം വിളിച്ചോതി മലപ്പുറം, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആരാധകർ എത്തിയത്. ഈ മത്സരം നേരിട്ട് കാണുന്നതിന് മുൻപ് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇത് ഫിഫയുടെ അംഗീകാരത്തോടെ നടക്കുന്ന മത്സരമാണ്. നമ്മുടെ ഇന്ത്യ വിജയിക്കണമെന്നുള്ള ആശയോടെയാണ് ഞങ്ങൾ എല്ലാവരും വന്നിരിക്കുന്നത്. ഇന്ത്യ തീർച്ചയായും വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഏകദേശം ഒരു വർഷത്തിന് ശേഷം നമ്മുടെ മലയാളി താരം CK വിനീത് ഉൾപ്പെട്ടിട്ടുണ്ട്. ഏകദേശം ഒരു വർഷമായി ഇന്ത്യൻ ടീം മലയാളികളില്ല. ഏകദേശം ഒരു വർഷത്തിന് ശേഷമാണ് CK വിനീത് ഉൾപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യാനും ഇന്ത്യയുടെ വിജയത്തിനും വേണ്ടി കാത്തിരിക്കുന്നു. നിരന്തരമായ ആക്രമണങ്ങൾക്കിരയാകുന്ന പാലസ്തീൻ ജനതയ്ക്ക് മലയാളത്തിന്റെ ഐക്യദാർഢ്യം വിളിച്ചോതുന്നതായി ഒഴുകിയെത്തിയ ജനക്കൂട്ടം. അക്ഷരാർത്ഥത്തിൽ ഇന്ത്യ പാലസ്തീൻ സൗഹൃദ മത്സരത്തെ കൊച്ചി ആവേശത്തോടെയാണ് വരവേറ്റിരിക്കുന്നത്. കേരളത്തിന്റെ നാനാഭാഗത്തു നിന്നുമുള്ള ആളുകളാണ് ഇവിടേക്ക് ഒഴുകിയെത്തിയിരിക്കുന്നത്. സന്തോഷ് ട്രോഫി മത്സരത്തിന് ഈ ആവേശം ഒരു മുതൽക്കൂട്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. കേരള വിഷൻ ന്യൂസിന് വേണ്ടി ജിത്തു മണലിനൊപ്പം ജോസി ബാബു.